ഹായ് ആൾ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ മറ്റൊരു സെഷനിലേക്കാണ് പോകുന്നത്. ബിവൽ ഗിയറിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളടുത്ത് പറയാം. നിങ്ങളടുത്ത് ഞാൻ ഡിഫറൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു, ഡിഫറൻഷ്യൽ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഫസ്റ്റ് നമ്മുടെ ബിവൽ ഗിയറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ. പക്ഷേ അന്ന് എനിക്കിന് സാധിച്ചില്ല. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഡിഫറൻഷ്യൽ ഒന്ന് കാണാം. സോ ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ. നിങ്ങൾ കാണുന്നതാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിളിലും അല്ലെങ്കിൽ ഹെവി വെഹിക്കിളായ ട്രക്കുകളിലും ബസ്സുകളിലും ഒക്കെ ബാക്ക് വീലിന് ഫ്രണ്ടിലിരിക്കുന്ന എഞ്ചിൻ്റെ പവർ എത്തിച്ചു കൊടുക്കാനാണ് ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിലിരിക്കുന്ന എഞ്ചിൻ്റെ പവർ എല്ലാ വീലുകളിലും എത്തിക്കണം. അതിന് യൂസ് ചെയ്യുന്ന സാധനമാണ് ഡിഫറൻഷ്യൽ. സോ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു എഞ്ചിൻ ഷാഫ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് എന്ന്. എഞ്ചിൻ ഷാഫ്റ്റ് നേരെ നമ്മുടെ പിറകിലേക്ക് വരുന്നു. ആ ഷാഫ്റ്റാണ് എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഷാഫ്റ്റിൻ്റെ പവർ നമുക്ക് അടുത്ത ഷാഫ്റ്റിലേക്ക് വൈ എന്ന ഷാഫ്റ്റിലേക്ക് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് വൈ രണ്ടും തമ്മിൽ ഒരു ആംഗുലർ, അത് ഇൻ്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളാണ്, അതായത് പാരലൽ ഷാഫ്റ്റുകളല്ല. സോ അതിന് ഈ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഗിയറാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ബിവൽ ഗിയർ എന്ന് പറയുന്നത്. സോ ഈ ബിവൽ ഗിയർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എഞ്ചിൻ ഷാഫ്റ്റ് വരുന്നത് ഒരു ചെറിയ ഗിയറാണ്, അത് റിസീവ് ചെയ്യുന്ന ഗിയർ ഒരു വലിയ ഗിയറുമാണ്. സോ ചെറിയ ഗിയറാണ് നമ്മൾ പിനിയൺ എന്ന് വിളിക്കുന്നത്, വലിയ ഗിയറിനെ നമ്മൾ ഗിയർ എന്ന് വിളിക്കുന്നത്. സോ പിനിയൺ എപ്പോഴും ചെറുതായിരിക്കും. എല്ലാ കേസിലും പിനിയൺ ഒരു ചെറിയ ഗിയർ ആയിരിക്കും. പിനിയണിന് പവർ മറ്റു ഗിയറുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഡിഫറൻഷ്യൽ എന്താണെന്നും ഡിഫറൻഷ്യലിൻ്റെ വർക്കിംഗ് എന്താണെന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. ഡിഫറൻഷ്യലിനകത്തിരിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ഗിയർ എന്ന് പറയുന്ന ഒരു അസംബ്ലിയാണ്. ഈ ഡിഫറൻഷ്യൽ ഒരു ഗിയർ അസംബ്ലിയാണ്, ഒരു യൂണിറ്റാണ്. ഓക്കെ, അതിനകത്തിരിക്കുന്ന ആ ഓരോ ഗിയറിനെയാണ് ബിവൽ ഗിയറുകൾ എന്ന് വിളിക്കുന്നത്. സോ ഓക്കെ, ബിവൽ ഗിയറുകളുടെ ഒരു അസംബ്ലിയാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ഡിഫറൻഷ്യലിൽ നിന്ന് രണ്ട് ഷാഫ്റ്റുകൾ പോയേക്കുന്നുണ്ടല്ലേ, ഈ രണ്ട് ഷാഫ്റ്റുകളുമാണ് വണ്ടിയുടെ വീലുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന എഞ്ചിൻ അതേ പവർ ബാക്കിലത്തെ വീലിന് കിട്ടും. ഓക്കെ, അതിന് ഓവർ ഡ്രൈവ് വഴി നമുക്ക് പവർ കൂട്ടിയെടുക്കാനും കുറച്ചെടുക്കാനും ഒക്കെ പറ്റും. അതിനെയാണ് ഗിയർ റേഷ്യോസ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഓവർ ഡ്രൈവ് ഒക്കെ എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് ടീത്ത് ചൂസ് ചെയ്യാം, സൈസ് ചൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, ബേസിക്കലി നിങ്ങൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സാധനമാണ് ബിവൽ ഗിയർ എന്ന കാര്യം മാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ബാക്കി നിങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കും. ഓക്കെ, അപ്പോൾ ബിവൽ ഗിയറിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷനാണ് ഈ കാണുന്നത്, ഡിഫറൻഷ്യൽ. ഓക്കെ, സോ ലീവ് ഇറ്റ്. സോ നമുക്കിന്ന് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മുടെ പ്രോബ്ലം ഇന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം 2016 ഡിസംബറിൽ കേരള യൂണിവേഴ്സിറ്റി നടത്തിയ പരീക്ഷയിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് കൃത്യം ഏകദേശം 3 വർഷം മുമ്പ് നടന്ന പരീക്ഷയാണ് ഇത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരുപാട് വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഇതുവരെയും നിങ്ങൾ ലാഘവത്തോടു കൂടിയാണ് മറ്റ് വീഡിയോകൾ കണ്ടതെങ്കിൽ ഈ വീഡിയോ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് തന്നെ കാണണം. ചില കാര്യങ്ങളുണ്ട്, ചില എററുകൾ വരുന്നതുണ്ട്. മുമ്പ് ചെയ്ത ബിവൽ ഗിയറിൻ്റെ പ്രോബ്ലം പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ അധികം പഠിക്കാം. അതായത് മുമ്പത്തെ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ്. സോ പ്രോബ്ലം 3.1 പഠിച്ചതിന് ശേഷം മാത്രം ഈ പ്രോബ്ലമായ 3.2ലേക്ക് വരിക. ഓക്കെ, 3.1 നല്ലപോലെ പഠിച്ച് ഇത് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ബിവലിൻ്റെ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഐ ക്യാൻ അഷ്വർ ദാറ്റ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലമോടെ നമ്മൾ സോൾവ് ചെയ്യുക, അത് ഡിറ്റർമിൻ പ്രോബ്ലമാണ്, അതും കൂടെ പഠിക്കുക. ഈ 3 പ്രോബ്ലം പഠിച്ചാൽ നിങ്ങൾക്ക് ബിവലിൻ്റെ ഏത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇന്നലത്തേനേക്കാളും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പിൽ ചേഞ്ചസ് വരുത്തി എന്ന കാര്യവും കൃത്യമായി മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് നിങ്ങൾ തന്നെ എൻഷുർ ചെയ്യണം. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. A pair of bevel gear is required to transmit 25 kW at 650 rpm. The output shaft is running at 250 rpm and is at 75 degree to the input shaft. The pinion is of cast iron and the gear is of phosphor bronze. Design the pair. Okay, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഡിസംബർ 2016 സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസംബർ 2016 കേരള യൂണിവേഴ്സിറ്റി നടത്തിയ പരീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഗിവൺ ഡേറ്റാസ് എഴുതാം. ഓക്കെ, സോ ഗിവൺ ഡേറ്റാസ് എഴുതാം. ക്വസ്റ്റ്യൻ നോക്കിയാണ്. എ പെയർ ഓഫ് ബിവൽ ഗിയർ ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 25 kW, അതായത് പവർ 25 kW. പിന്നെ അറ്റ് 650 rpm, അതായത് N1 650 rpm. അടുത്തത് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഈസ് റണ്ണിങ് അറ്റ് 250 rpm. സോ N2 250 rpm.
and is at 75 degree to the input shaft. The output shaft is running at 250 rpm and is at 75 degree to the input shaft. അതായത് ഔട്ട്പുട്ട് ഷാഫ്റ്റും ഇൻപുട്ട് ഷാഫ്റ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 75 ഡിഗ്രി ആണ്. സോ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫിഗർ വരച്ച് നോക്കുക. ഉറപ്പായിട്ടും പ്രോബ്ലത്തിൽ ഫിഗർ വരയ്ക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ, അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴെങ്കിലും. ഓക്കെ, 70 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം മറ്റൊരു ഷാഫ്റ്റ് ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ. ഈ ഷാഫ്റ്റിൻ്റെ പവർ ഈ ഷാഫ്റ്റിന് കൊടുക്കണം. ഓക്കെ, അത് ഇവൻ ഉണ്ടാക്കുന്ന പവറിനെ അവന് കൊടുക്കണം. അതിന് നമ്മൾ ഗിയറിനെ യൂസ് ചെയ്യണം. അവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഗിയറാണ് ഡ്യുവൽ ഗിയർ. സോ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, പാരലൽ പവർ ട്രാൻസ്മിഷനാണ് ഏറ്റവും കൂടുതൽ ഡിവൈസസും അവൈലബിൾ ആയിട്ടുള്ളത്. നോൺ പാരലൽ, അതായത് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതിന് വളരെ ആപ്ലിക്കേഷൻ കുറവേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഡ്യുവൽ ഗിയർ ആണ്. അതുകൊണ്ട് തന്നെ ഡ്യുവൽ ഗിയർ വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ആപ്ലിക്കേഷൻ കൂടുതലുള്ളതാണ്. മാത്രമല്ല യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേരളയിലൊക്കെ ഡ്യുവലിൻ്റെ ക്വസ്റ്റ്യനാണ്. സ്പർ ഡ്യുവൽ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ബോമും ഹെലിക്കലും വല്ലപ്പോഴും ചോദിക്കാറുള്ളൂ. സോ ഇനി നോക്കാം, നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഡ്യുവൽ ഗിയറിന് വെച്ച്, ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെയും ഒരു ഡ്യുവൽ ഗിയറിന് വെച്ചു. കണ്ടോ, ഇത്രേ ഉള്ളൂ. സോ ഇവൻ ഇരുന്ന് കറങ്ങും, ഇവൻ ഇരുന്ന് കറങ്ങും. ഓക്കെ, സോ ഇവൻ റൊട്ടേറ്റ് ചെയ്യും, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ആ ഗിയർ അടുത്ത ഗിയറിന്, ഈ ഗിയറിൻ്റെ ടീത്ത്, ആ ഗിയറിൻ്റെ ടീത്തിന് പവർ കൊടുക്കും. ടീത്ത് ടു ടീത്താണ് പവർ പോകുന്നത്. ആ ടീത്തിൽ നിന്ന് ഷാഫ്റ്റിലേക്ക് പോകും. ടീത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടെ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ കേസ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് വരയ്ക്ക്, ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസ് വരയ്ക്ക്, ഈ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 75 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, 75 അല്ല, അതിനേക്കാൾ കുറവാണ്. ഫിഗർ കുറച്ചുകൂടെ നീറ്റായിട്ട് വരച്ചാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ. ഈ ആംഗിൾ, അതായത് ഈ ആംഗിളാണ് 75 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ തീറ്റ. സോ ഇത് പിനിയണും ഇത് ഗിയറും, ഇത് പിനിയണും ഇത് ഗിയറും ആണെങ്കിൽ ഈ ഇൻ്റർസെക്റ്റിംഗ് ലൈനിൽ ഈ ആംഗിളാണ് Δ1, ഈ ആംഗിളാണ് Δ2. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബേസിക് കേസ്. ഈ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ഇത്രയും കാര്യം മനസ്സിലാക്കാൻ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളത് 90 ഡിഗ്രി കേസ് തന്നെയാണ്, റൈറ്റ് ആംഗിൾ കേസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീറ്റ, അതായത് ഇന്റർസെക്റ്റിംഗ് ആംഗിൾ 75 ഡിഗ്രി ആണെന്ന്. ഇന്റർസെക്റ്റിംഗ് ആംഗിൾ 75 ഡിഗ്രി ആവുകയാണെങ്കിൽ ഇക്വേഷൻസിൽ മാറ്റം വരും. പ്രത്യേകിച്ച് Δ1 Δ2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എടുത്ത Δ1 Δ2 ഇക്വേഷൻ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് തെറ്റും. സോ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ നല്ലപോലെ ശ്രദ്ധിക്കുക. റൈറ്റ് ആംഗിൾ കേസാണോ, അക്യൂട്ട് ആംഗിൾ കേസാണോ, ഒബ്റ്റ്യൂസ് ആംഗിൾ കേസാണോ നോക്കുക. ഇത് അക്യൂട്ട് ആംഗിൾ കേസാണ്. സോ 75 ഡിഗ്രി ആണ്, <90. സോ അക്യൂട്ട് ആംഗിൾ ആണ് കേസ്. അപ്പോൾ അക്യൂട്ട് ആംഗിൾ ഹെഡിങ്ങിൽ പോയി അവിടെ നിന്നുള്ള ഇക്വേഷൻസ് എടുത്തിട്ട് വേണം Δ1 Δ2 കണ്ടുപിടിക്കുക. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം നിങ്ങൾ വരയ്ക്കുക, ഞാൻ മായ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഡാറ്റ എഴുതാം. എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഇനി എന്ത് തന്നിട്ടുണ്ട്? പിനിയൺ ഈസ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് ഗിയർ ഈസ് ഓഫ് ഫോസ്ഫർ ബ്രോൺസ്. ഡിസൈൻ ദ പെയർ. ഓക്കെ, അപ്പോൾ ഇത്ര ഡേറ്റ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇത്ര ഡേറ്റ മതി. ഓക്കെ, സോ നോക്കാം, നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതണം. ഗിവൺ ഡേറ്റാസ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കേസ് വായിച്ച് നോക്കണം. ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ടോ, ഡയമീറ്റർ തന്നിട്ടുണ്ടോ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ടീത്തും തന്നിട്ടില്ല, ഡയമീറ്ററും തന്നിട്ടില്ല. സോ എഴുതുക കേസ് diameter unknown, number of teeth unknown. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ഡയമീറ്റർ നോൺ ആയിരുന്നു, നമ്പർ ഓഫ് ടീത്ത് അൺനോണും. ഇവിടെ ഡയമീറ്ററും അൺനോൺ ആയി, നമ്പർ ഓഫ് ടീത്തും അൺനോൺ ആയി. മുമ്പത്തെ പ്രോബ്ലത്തിൽ ഡയമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ കേസിലുള്ള മാറ്റം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രോബ്ലത്തിലും ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡ്യൂൾ ഇക്വേഷൻ മാറും, അത് ഡേറ്റ ബുക്കിൽ ഇല്ല. ആ ഇക്വേഷൻ നിങ്ങൾ സ്വയം ഡിറൈവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. സോ അൺനോൺ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ഹെലിക്കൽ ബിവൽ ഗിയറിൻ്റെ പ്രോബ്ലം വന്നാലും നമുക്ക് ഇനിഷ്യലി കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. കാര്യം കമ്പൽസറി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ ആവശ്യമുള്ള കുറച്ച് സാധനമാണ്. Δ1 Δ2 ZE1 ZE2 ഈ സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയാൽ എന്തായാലും ആവശ്യമുണ്ട്. സോ അത് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. Δ1 Δ2 കണ്ടുപിടിക്കാം. Δ1 Δ2 കണ്ടുപിടിക്കാനായിട്ട് ഡേറ്റ ബുക്ക് എടുക്കുക, പേജ് നമ്പർ 215 എടുക്കുക. അവിടെയാണ് നമ്മൾ ബിവൽ ഗിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പേജ് നമ്പർ 215 എടുത്തു കഴിഞ്ഞാൽ ബിവൽ ഗിയർ ഹെഡിങ് കണ്ടിട്ടുണ്ട്, അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ.
കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്തത് 217 റൈറ്റ് ആംഗിൾ ബിവൽ ഗിയറിൻ്റെ ഇക്വേഷൻ ടാൻ ഡെൽറ്റ 1 ടാൻ ഡെൽറ്റ 2 ഡെൽറ്റ 1 ഡെൽറ്റ 2 ഈ ഇക്വേഷൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്കിവിടെ അത് പറ്റത്തില്ല. സോ നമുക്കിവിടെ വേണ്ടത് ആരെയാണ്? അക്യൂട്ട് ആംഗിൾ ബിവൽ ഗിയർ ലെസ് ദാൻ 90 ആയതുകൊണ്ട് അക്യൂട്ട് ആംഗിൾ. സോ ഈ ഇക്വേഷൻ എടുക്കുക. ഇക്വേഷൻ കാണാമല്ലോ, ആ ഇക്വേഷൻ എഴുതുക. ടാൻ ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ഇക്വേഷൻ എടുത്താൽ മതി, അതാണ് എളുപ്പം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ Z2 ബൈ Z1 പ്ലസ് കോസ് തീറ്റ. അതുപോലെ ടാൻ ഡെൽറ്റ 2 ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ Z1 ബൈ Z2 പ്ലസ് കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? Z നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടില്ലല്ലോ, Z1 Z2. അപ്പോൾ Z1 Z2 അസ്യൂം ചെയ്യുക. തന്നിട്ടില്ലെങ്കിൽ എപ്പോഴും നമുക്ക് നമ്പർ ഓഫ് ടീത്ത് അസ്യൂം ചെയ്യാം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം, I. ഓക്കെ, I എന്ന് പറഞ്ഞാൽ എന്താണ്? N1 by N2. N1 by N2 is equal to 650 divided by 250 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 650 divided by 250 എന്ന് ചെയ്യുമ്പോൾ 2.6 എന്ന് കിട്ടും. ഐയുടെ വാല്യൂ 2.6 ഉണ്ട്. അപ്പോൾ ഈ ഐയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഹോൾ നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല, 1 2 3 4 ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഡെസിമൽ വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ തന്നേക്കുന്നതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ചെക്ക് ഒന്നും ചെയ്യണം. നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ അത് ചെക്ക് ചെയ്യണം. അതിന് ടേബിൾ ഉണ്ട്, അതിന് സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് ടേബിൾ 12.9 ടേബിൾ 12.9 നോക്കുക. സ്റ്റാൻഡേർഡ് ഗിയർ റേഷ്യോ കണ്ടോ? സിംഗിൾ, അതായത് 2 ഗിയർ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, 2.5 കഴിഞ്ഞാൽ 2.8 ആണ്, കാണാമല്ലോ. 2.8 നമുക്ക് 2.6 ആണ്. അപ്പോൾ അത് കഴിഞ്ഞാലുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ 2.8. സോ നിങ്ങൾ 2.8 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയി. ഇനി ഒരു കാര്യം, നിങ്ങളിപ്പോൾ 2.8 എടുത്തില്ല, 2.6 ഇട്ട് ചെയ്തു. എന്നാലും അത് തെറ്റൊന്നുമല്ല, പക്ഷേ അത് പെർഫെക്റ്റ് അല്ല, അത് എക്സാക്റ്റ് അല്ല. നിങ്ങൾ 2.6 ഇട്ട് ചെയ്താലും മാർക്കൊക്കെ കിട്ടും, പക്ഷേ അത് പേപ്പർ നോക്കുന്ന ആളുടെ ഫ്രീഡമാണ്. അയാൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മാർക്ക് കുറയ്ക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് മെത്തേഡ്. ഓക്കെ, I നമ്മൾ മാനുവലി കണ്ടുപിടിച്ചതാണെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഓക്കെ, 2.6 ആണ് കിട്ടിയത്, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് 2.8 ആയി. ഓക്കെ, ഇനി വേണ്ടത് എന്താണ്? Z1 Z2. ഓക്കെ, Z1 Z2 അറിഞ്ഞോളാം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം അത് ഇവിടെ തന്നെ എഴുതണം കേട്ടോ. നിങ്ങൾ ഇവിടെ എഴുതരുത്, ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതുക. ഞാൻ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. അസ്യൂം, ഞാനിവിടെ എഴുതാം. അസ്യൂം Z1 is equal to 24 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് 22 ഒക്കെ വേണമെങ്കിലും എടുക്കാം. ഞാൻ 24 നിർത്തുന്നേ ഉള്ളൂ, അത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ സ്പർ ഗിയർ ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ടീത്ത് 18 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മുമ്പത്തെ കേസിലൊക്കെ അസ്യൂം 20 എടുത്തിരുന്നു. ഇതിൽ ബിവലിന് മിനിമം 20 എങ്കിലും വേണം. സോ അതുകൊണ്ട് 20കളും ഹയർ ആയിട്ടുള്ള ഒരെണ്ണം എടുത്ത് ഞാൻ 24 എടുത്തു, അത്രേ ഉള്ളൂ. സോ Z1 24. അങ്ങനെയാണെങ്കിൽ Z2 is equal to I into Z1 is equal to I എത്ര? 2.8 into Z1. ഓക്കെ, 2.8 into Z1 എന്ന് പറയുമ്പോൾ 2.8 into 24 സോൾവ് ചെയ്യുമ്പോൾ Z2ൻ്റെ വാല്യൂ കിട്ടുന്നത് 67.2 എന്ന് കിട്ടും. 67.2 അതിനെ റൗണ്ട് ചെയ്ത് 68 എന്ന് എഴുതി. ഓക്കെ, ഞാനിത് ഇതൊന്ന് മാറ്റുവാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ടാൻ ഡെൽറ്റ 1 അങ്ങനെയാണെങ്കിൽ എന്തോന്ന് കിട്ടും? ടാൻ ഡെൽറ്റ 1 is equal to സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ Z2 ബൈ Z1. Z2 ബൈ Z1 എന്താണ്? 68 ഡിവൈഡഡ് ബൈ 24. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐയുടെ വാല്യൂ ഇട്ട് കൊടുത്താലും മതി. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? Z2 ബൈ Z1 എന്നാണ്. വേണമെങ്കിൽ ഇവിടെ ഐയുടെ വാല്യൂ ഇട്ട് കൊടുത്താലും മതി. അതായത് ഒന്നുകിൽ നിങ്ങൾ ഇവിടെ ഐയുടെ വാല്യൂ എത്രയാണ്? 2.8 എന്ന് ഇട്ട് കൊടുത്താലും മതി. പ്ലസ് കോസ് തീറ്റ. തീറ്റ എത്രയാണ്? 75. കോസ് 75. ഈ 2.8ന് വരെ നിങ്ങൾ Z2 ബൈ Z1 എത്രയാണ്? 68 ഡിവൈഡഡ് ബൈ 24 എന്നിട്ടാലും ശരിയാണ്. ചെറിയ ഡിഫറൻസ് വരും, ചെറിയ ഡെസിമൽ ഡിഫറൻസ് വരും, അത് കാര്യമാക്കണ്ട, രണ്ടും ശരിയാണ്. സോ ഒന്നെങ്കിൽ ഏതിലെങ്കിലും ഇട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരും ഇതിൻ്റെ വാല്യൂ? ടാൻ ഡെൽറ്റ 1ൻ്റെ വാല്യൂ 0.3157 എന്ന് വരും. 0.3157 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ therefore ഡെൽറ്റ 1 is equal to ടാൻ ഇൻവേഴ്സ് 0.3157 ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 17.52 ഡിഗ്രി എന്ന് കിട്ടും. ഞാൻ അതിനെ റൗണ്ട് ചെയ്ത് 18 ഡിഗ്രി എന്നാക്കി. സിമിലർലി ടാൻ ഡെൽറ്റ 2 is equal to എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ Z1 ബൈ Z2.
അതായത് ഈ ഒരു കാര്യം മാത്രം അതിൻ്റെ റെസിപ്രോക്കലാവും. പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 75 ഡിവൈഡഡ് ബൈ Z2/Z1 അല്ലെങ്കിൽ 1/i, അതായത് 24 ഡിവൈഡഡ് ബൈ 68 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/i എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2.8 എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. കോസ് 75 ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 1.56 എന്ന് കിട്ടും. 1.56. therefore delta 2 is equal to tan inverse 1.56 is equal to ചെയ്യുമ്പോൾ 57 ഡിഗ്രി എന്ന് കിട്ടും. 57 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 57.47 എന്ന് കിട്ടും. 57.47 ഡിഗ്രി എന്ന് കിട്ടും. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 58 എന്ന് എഴുതാം. അതല്ലാതെ നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് തീറ്റ എന്നതും കുറച്ചാൽ മതി. അതായത് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു Δ1 പ്ലസ് Δ2 അല്ലേ? Δ1 അറിയാം, ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. ഇവിടെ എത്തിയപ്പോൾ Δ1 കിട്ടി 18, തീറ്റ 75 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ Δ2 ഇസ് ഈക്വൽ ടു 75 മൈനസ് 18 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 67 എന്ന് കിട്ടും. അല്ല, 57 എന്ന് കിട്ടും. കണ്ടോ? ഇങ്ങനെയും എടുക്കാം. ഇത് റൗണ്ട് ചെയ്തുകൊണ്ട് ഡെസിമൽ ഞാൻ റൗണ്ട് ചെയ്തപ്പോൾ 58 ആയി. നിങ്ങളിപ്പോൾ 58 ഇട്ട് ചെയ്താലും 57 ഇട്ട് ചെയ്താലും ശരിയാണ്. രണ്ടിനും അങ്ങനെ ഡിഫറൻസ് ഒന്നുകൊണ്ട് മാർക്കൊന്നും പോകത്തില്ല. കാര്യം രണ്ട് ഡിഫറൻറ്റ് മെത്തേഡാണ്. ഓക്കെ, നിങ്ങളുടെ പ്രൊസീജിയറിനാണ് മാർക്ക്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, അസ്യൂം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ് മാർക്ക്. ഓക്കെ, അപ്പോൾ 57 ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം. വേണമെങ്കിൽ ഇങ്ങനെ ഈ സ്റ്റെപ്പ് എഴുതാതെ ഡയറക്റ്റ് ഇങ്ങനെ എഴുതി സോൾവ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ എഴുതാനേ പറയത്തുള്ളൂ. കാരണം ഇവിടെ ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഇതും കൂടെ തെറ്റ്. ഇതിപ്പം ഇങ്ങനെ ചെയ്തതിനു ശേഷം രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ തീറ്റ 75 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി. അതായത് 58ഉം 18ഉം കൂടെ ചെയ്യുമ്പോൾ 76 കിട്ടും. അത് കുഴപ്പമില്ല, ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ചെറിയ ഡിഫറൻസ് വരും. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ ചോയ്സ്. Δ1 Δ2 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? y1 ഉം y2 കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ Δ1 Δ2 കിട്ടിയ ഉടനെ y1 എന്തായാലും കണ്ടുപിടിക്കണം. കാര്യം സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പിനിയനാണ് വീക്കർ പാർട്ട്. അപ്പോൾ 1ൻ്റെ സാധനം മാത്രം മതി. ഈ ക്വസ്റ്റിൽ പക്ഷേ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഡിഫറൻറ്റ് മെറ്റീരിയലാണ്. ഒന്ന് കാസ്റ്റ് ആണ്, ഒന്ന് ഫോസ്ഫോർ ബ്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും y1 y2 വേണം. സിഗ്മ d1 y1 സിഗ്മ d2 y2 കണ്ടുപിടിക്കണം. സോ എന്തായാലും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ y1 y2 കണ്ടുപിടിക്കുന്നു. സോ y1 ഒരു കാര്യം, ഇനി ആൽഫ തന്നിട്ടില്ല, അതായത് ടീത്തിൻ്റെ പ്രഷർ ആംഗിൾ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അസൈൻ ചെയ്യാം. ഒന്നുകിൽ 49.5 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട്, അല്ലെങ്കിൽ 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട്, അല്ലെങ്കിൽ 20 ഡിഗ്രി സ്റ്റെപ്പ് ടീത്ത്. ഞാൻ 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട് എടുക്കുന്നു, എൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. സോ അസ്യൂം ആൽഫ ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി ഫുൾ ഡെപ്ത് ഇൻവല്യൂട്ട്. അങ്ങനെയാണെങ്കിൽ y1 ഇസ് ഈക്വൽ ടു 0.154 മൈനസ് 0.912 ഡിവൈഡഡ് ബൈ ZE1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ZE1 ZE2 കണ്ടുപിടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ZE1 ZE2 കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഉണ്ട്. ഡേറ്റ ബുക്ക് എടുക്കുക, പേജ് നമ്പർ 218 എടുക്കുക. പേജ് നമ്പർ 218 എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ZE ഈസ് ഈക്വൽ ടു Z ബൈ കോസ് ഡെൽറ്റ, അതായത് ഇക്വേഷൻ 12.35D. ആ ഇക്വേഷൻ എഴുതാം. ZE1 ഈസ് ഈക്വൽ ടു Z ഡിവൈഡഡ് ബൈ കോസ് ഡെൽറ്റ 1. ZE1 ആകുമ്പോൾ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു ഇസഡിൻ്റെ ഇക്വേഷൻ. Z എന്താണ്? 24 ഡിവൈഡഡ് ബൈ കോസ് 18 അല്ലേ? 18 സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ZE1ൻ്റെ വാല്യൂ കിട്ടുന്നത് 26 എന്ന് കിട്ടും. 25.23 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 26. അതേപോലെ ZE2 എന്താണ്? Z2 ഇത് Z1 ഇത് Z2 ഡിവൈഡഡ് ബൈ കോസ് ഡെൽറ്റ 2. Z2 ഡെൽറ്റ 2 ഇസ് ഈക്വൽ ടു 24. Z2 എത്ര? Z2 68. സോ 68 ഡിവൈഡഡ് ബൈ കോസ് ഡെൽറ്റ 2 എത്ര? ഡെൽറ്റ 2 എത്ര? 58. സോ 68 ഡിവൈഡഡ് ബൈ കോസ് 58. അത് ചെയ്യുമ്പോൾ ZE2ന് കിട്ടുന്ന വാല്യൂ 128.3 എന്ന് കിട്ടും. 128.3 അപ്രോക്സിമേറ്റ്ലി നമുക്ക് അതിനെ 129 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് y1 ഉം y2 കണ്ടുപിടിക്കാം. ZE1 കിട്ടി, ZE2 കിട്ടി. അപ്പോൾ ഈ 0.154 മൈനസ് 0.92 ബൈ ZE1 ഇവിടെ 26 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 26 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0.1189 എന്ന് കിട്ടും. അതേപോലെ y2 is equal to 0.154 minus 0.912 divided by ZE2 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ZE1, ഇവിടെ ZE2. ZE2 എത്ര? 129. അത് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ്?
26 129 ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? y2 സ്മോൾ y2 0.1149 കിട്ടും, 0.1469 കിട്ടും. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഇവിടെ എഴുതാതെ സ്റ്റെപ്പ് 2 എഴുതിയാലും മതി, അതായത് ഇത്രയും കാര്യം. പക്ഷേ ഇത്രയും കാര്യം നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിലും കണ്ടുപിടിക്കുക, ഈ ZE1 ZE2 വരെ. ഈ y1 y2 നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ സ്റ്റെപ്പ് 2 പോയി എഴുതിയാലും മതി, എവിടെയാണെങ്കിലും എഴുതണം. ഞാനിത് ആദ്യം എഴുതി എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് പ്രൊസീജിയറിലോട്ട് എടുക്കാം. കണ്ടോ, ഇത്രയും നമ്മൾ ഇതുവരെ ഒരു ഗിയർ പ്രോബ്ലത്തിൽ ഇത്രയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയിട്ടില്ല. ബിവലിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലക്സിറ്റി കുറയും. ഏത് പ്രോബ്ലം കിട്ടിയാലും ബിവൽ ആണെങ്കിൽ Δ1 Δ2 കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ടീത്ത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടീത്ത് അസ്യൂം ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് ടീത്ത് അഥവാ തന്നിട്ടുണ്ടെങ്കിൽ ZE1 ZE2 കണ്ടുപിടിക്കുക, Δ1 കണ്ടുപിടിക്കുക, നേരെ ZE1 ZE2 കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങൾ ഏത് പ്രോബ്ലം ആണെങ്കിലും ചെയ്യണം ബിവൽ ആണെങ്കിൽ. ഓക്കെ, ഇനി വേണം സ്റ്റെപ്പിലോട്ട് പോകാൻ. y1 y2 വേണമെങ്കിൽ അപ്പുറത്ത് എഴുതുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി സ്റ്റെപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് കുറച്ച് ഈസി ആയിട്ട് ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ് എഴുതുന്നത്, അവിടെ എഴുതുന്നത് ഇവിടെ എഴുതുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ സ്റ്റിൽ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് 1, മെറ്റീരിയൽ സെലക്ഷൻ. മെറ്റീരിയൽ സെലക്ഷൻ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. പിനിയൺ ആരാണ്? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് പിനിയൺ കാസ്റ്റ് അയൺ ആണ്. ഗിയർ ആരാണ്? ഫോസ്ഫർ ബ്രോൺസ് ആണ്. ഫോസ്ഫർ ബ്രോൺസ്. ഓക്കെ, കാസ്റ്റ്. അപ്പോൾ ഈ നമുക്കറിയാം മെറ്റീരിയൽ പ്രോപ്പർട്ടിക്ക് ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ പോവുക, അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിലത്തെ പേജുകൾ പോയാലും കിട്ടും. സോ ടേബിൾ 12.7 എടുക്കുക. ടേബിൾ 12.7 പേജ് നമ്പർ 224 ആണെന്ന് തോന്നുന്നു, 234 ആണെന്ന് തോന്നുന്നു. 234 എടുക്കുക. കണ്ടോ, അതിനകത്ത് നോക്കുക കാസ്റ്റ് അയൺ. നമുക്ക് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞുള്ളൂ, ഏതൊന്നും പറഞ്ഞില്ല. സോ ആദ്യത്തെ കാസ്റ്റ് അയൺ തന്നെ എടുക്കുക. ആദ്യത്തെ കാസ്റ്റ് അയൺ ഗ്രേഡ് 20 ആണ്, ഗ്രേ കാസ്റ്റ് അയൺ. സോ ഗ്രേ കാസ്റ്റ് അയൺ ഗ്രേഡ് 20, അതായത് അതിൻ്റെ ഡിസൈൻ സ്ട്രെസ് തന്നിട്ടുണ്ട്. സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 47.1, VHN1 ഈസ് ഈക്വൽ ടു 200. ഓക്കെ, ഇത്ര മതി. ഒരു കാര്യം കൂടി എഴുതാം, വേണമെങ്കിൽ സിഗ്മ എൻഡ്യൂറൻസ് സ്ട്രെസ് കൂടെ ഇവിടെ നിന്ന് എഴുതാം. അടുത്ത ടേബിൾ 2 പേജ് മറിച്ചാൽ മതി. 12.15 ഗ്രേ കാസ്റ്റൻ. കണ്ടോ, ഇതിൽ VHN 200 160 ഉള്ളൂ. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേജ് നമ്പർ 461 പോവാം. അവിടെ നിന്ന് ഗ്രേ കാസ്റ്റൻ്റെ വാല്യൂ എടുക്കുക, എൻഡ്യൂറൻസ് സ്ട്രെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എൻഡ്യൂറൻസ് സ്ട്രെസ്സിനെ കിട്ടാനായിട്ട് അൾട്ടിമേറ്റിനെ 0.4 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയും ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, സോ ഇവിടെ 200. ഞാനിപ്പോൾ സിഗ്മ എൻഡ്യൂറൻസ് ഇവിടെ നിന്ന് എടുത്തു. 83.5 മെഗാ പാസ്കലാണ് യൂണിറ്റ് എഴുതിയിട്ടില്ല, 83.5 ഒന്നും എഴുതി. അതേപോലെ ഫോസ്ഫർ ബ്രോൺസ് ആണെങ്കിൽ അതിൻ്റെ സിഗ്മ ഡി പേജ് നമ്പർ 12.7 എടുക്കാം. ഫോസ്ഫർ ബ്രോൺസ് കണ്ടോ, ഫോസ്ഫർ ബ്രോൺസ് പേജ് നമ്പർ 12.7, പേജ് നമ്പർ 234, ടേബിൾ 12.7 ഫോസ്ഫർ ബ്രോൺസിന് 82.4 ആണ് സിഗ്മ ഡി. VHN എത്ര? ഫോസ്ഫർ ബ്രോൺസിന് VHN 100. സിഗ്മ എൻഡ്യൂറൻസ് അപ്പുറത്തുനിന്ന് എടുക്കാം. സിഗ്മ എൻഡ്യൂറൻസ് എടുക്കാനായിട്ട് എഴുതിയിട്ടുണ്ട് ഗിയർ ബ്രോൺസ്. കണ്ടോ, ഗിയർ ബ്രോൺസ് സിഗ്മ എൻഡ്യൂറൻസ് 165.5. ഇത് നിങ്ങൾ ഇത് രണ്ടും ലാസ്റ്റ് എഴുതിയാലും മതി. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീക്കർ ഏതാണോ അതിൻ്റെ സാധനം മാത്രമേ ആവശ്യമുള്ളൂ. രണ്ടെണ്ണം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സിഗ്മ എൻഡ്യൂറൻസ് ഇപ്പോൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അടുത്തത് സ്റ്റെപ്പ് 2, ഐഡൻറ്റിഫൈ വീക്കർ പാർട്ട്. ആരാണ് വീക്കെന്ന് കണ്ടുപിടിക്കണം. സോ വീക്കർ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. സ്ട്രെങ്ത് ഫാക്ടർ ഇസ് ഈക്വൽ ടു സിഗ്മ ഡി ഇൻറ്റു വൈ. നമുക്ക് y1 ഉം y2 കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എഴുതാം സിഗ്മ ഡി 1 y1 ഇസ് ഈക്വൽ ടു സിഗ്മ ഡി 1 എത്ര? 47.1 ഇൻറ്റു y1 എത്ര? 0.1189. അതുപോലെ സിഗ്മ ഡി 2 y2 കണ്ടുപിടിക്കുക. സിഗ്മ ഡി 2 എത്ര? 82.4 ഇൻറ്റു y2 എത്ര? 0.1469 കണ്ടുപിടിക്കുക. രണ്ടും കണ്ടുപിടിക്കുക. ഇതിൽ ആരാണോ ചെറുത് അയാളാണ് വീക്കർ പാർട്ട്. ഇത് കണ്ടാലേ അറിയാം പിന്നെയായിരിക്കും ചെറുത്. നമുക്ക് നോക്കാം.
സിഗ്മ ഡി വൺ വൈ വൺ ചെയ്യുമ്പം 5.6 എന്ന് കിട്ടും. സിഗ്മ ഡി ടു വൈ ടു ചെയ്യുമ്പോൾ 12.1 എന്നും കിട്ടും. Therefore sigma d1 y1 less than sigma d2 y2. Therefore pinion is weaker and design is based on pinion. പിനിയൻ ആണ് വീക്ക്, അതുകൊണ്ട് പിനിയനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. പിനിയനെ സേഫാക്കി ഡിസൈൻ ചെയ്താൽ ഗിയർ തനിയെ സേഫ് ആയിരിക്കും. ഓക്കെ, സോ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് 3, ഫൈൻഡ് ദ മോഡ്യൂൾ കണ്ടെത്തുക. ഇവിടെയാണ് നമ്മുടെ ചലഞ്ച്. അതായത് മോഡ്യൂൾ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിവൽ ഗിയറിന് മോഡ്യൂൾ കണ്ടുപിടിക്കാൻ ഒരൊറ്റ ഇക്വേഷനെ അവർ തന്നിട്ടുള്ളൂ ഡേറ്റാ ബുക്കിൽ. ഒന്നുകിൽ അത് യൂസ് ചെയ്ത് നമ്മുടെ ആവശ്യമുള്ള ഇക്വേഷൻ കണ്ടെത്തുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ച് വയ്ക്കുക. നിങ്ങളുടെ ചോയ്സ്. ഞാൻ ഒരിക്കലും കാണാതെ പഠിക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം പേജ് നമ്പർ 218 എടുക്കുക, ഇക്വേഷൻ 12.37. അവിടെ നമുക്ക് മോഡ്യൂളിൽ ഇക്വേഷൻ കാണാൻ പറ്റും, 12.37 ഇക്വേഷൻ. ഞാനത് എഫ് ടി ഈക്വൽ ടു എന്ന ഇക്വേഷനാണ്, ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ. ഞാൻ ഇക്വേഷൻ എഴുതാം. എഫ് ടി ഈക്വൽ ടു സിഗ്മ ഡി സി വി ബി വൈ എം ഇൻറ്റു എൽ മൈനസ് ബി ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് നമ്മുടെ മോഡ്യൂളിൻ്റെ ഇക്വേഷൻ, അറിയാമല്ലോ. സോ ഈ ഇക്വേഷനെ നമ്മൾ മോഡ്യൂൾ അൺനോൺ ആക്കി ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ കിട്ടും. സോ നമുക്ക് ആ ഇക്വേഷൻ എഴുതി വെക്കാം. എം ഇട്ടിട്ട് ബാക്കിയുള്ള അപ്പുറത്തുകൊണ്ട് പോയി എഫ് ടി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ സിഗ്മ ഡി സി വി ബി വൈ ഇൻറ്റു എൽ മൈനസ് ബി. ഓക്കെ, ഇതാണ് മോഡ്യൂൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഡയമീറ്റർ നോൺ ആയിരിക്കണം. തൊട്ട് മുൻപത്തെ പ്രോബ്ലം 3.1 നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് തന്നെയാണ് മോഡ്യൂൾ കണ്ടുപിടിച്ചത്. അവിടെ പക്ഷേ ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഡയമീറ്റർ അൺനോൺ ആണ്. സോ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിനെ കുറച്ച് മോഡിഫൈ ചെയ്യണം. ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു എഫ് ടിയെ മാറ്റണം. നമുക്ക് ഡയമീറ്റർ ഇല്ല, അതുകൊണ്ട് എല്ലൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുന്നു. എങ്ങനെ മാറ്റും? നമുക്ക് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ എടുക്കാം. ടോർക്ക് ഇസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു ഡയമീറ്റർ ബൈ 2 എന്നാണ്. ഓക്കെ, ഡയമീറ്ററിന് എന്താണ്? ഡി ഇസ് ഈക്വൽ ടു എം ഇസഡ് എന്ന് എഴുതാം. ഡേറ്റാ ബുക്കിലുണ്ട് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു എം ഇസഡ്. സോ ഇസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു എം ഇസഡ് ഡിവൈഡഡ് ബൈ 2. സോ അതിൽ നിന്ന് എഫ് ടി ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? 2t ഡിവൈഡഡ് ബൈ എം ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എഫ് ടിക്ക് വരും ഈ 2t ഡിവൈഡ് ബൈ എം ഇസഡ് ഇട്ട് കൊടുക്കുക. ഇനി എൽ മൈനസ് ബി, നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് അറിയാം ബി ഇസ് ഈക്വൽ ടു എൽ ബൈ 3 എന്നാണ്. അപ്പോൾ നമുക്ക് എന്തോ എഴുതാം? നമുക്ക് എൽ ഡിവൈഡ് ബൈ എൽ മൈനസ് ബിനെ ഇങ്ങനെ എഴുതാം, എൽ ഡിവൈഡഡ് ബൈ എൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എൽ ബൈ 3. ഓക്കെ, അത് എന്തുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ മൈനസ് എൽ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3l മൈനസ് എൽ ഡിവൈഡഡ് ബൈ 3, അതായത് എൽ ഡിവൈഡഡ് ബൈ 2/3 എൽ എന്ന് കിട്ടും. അപ്പോൾ എല്ലും എല്ലും വെട്ടിപ്പോവും. 1/2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 എന്നാവും. അപ്പോൾ ഇത്രയും ടേമിന് പകരം നമുക്ക് 3/2 എന്ന് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എൽ ഡിവൈഡഡ് ബൈ എൽ മൈനസ് ബിനെ നമുക്ക് 3/2 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഓരോന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി എന്തോ മാറ്റണം? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ ബൈ 3 ഇട്ട് കൊടുക്കുക. സോ നമുക്ക് എൽ ബൈ 3 ഇട്ട് കൊടുക്കുക. ആ ക്യാപിറ്റൽ എല്ലിന് ഇക്വേഷൻ ഉണ്ട്, 1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ എന്നാണ്. ഓക്കെ, ആ ഇക്വേഷൻ എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതി നോക്കാം. എൽ ഇസ് ഈക്വൽ ടു എന്താണ്? 1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ. പക്ഷേ ഇതെടുത്തിട്ട് കൊടുക്കാൻ പറ്റുമോ? ഡയമീറ്റർ അൺനോൺ അല്ലേ. അപ്പോൾ എന്ത് എഴുതണം? അവിടെ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു എം ഇസഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡി ഇസ് ഈക്വൽ ടു എം ഇസഡ്. സോ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് ചെയ്യണം? ഡയമീറ്ററിന് എം ഇസഡ്, അതായത് എം ഇസഡ്1 സ്ക്വയർ പ്ലസ് എം ഇസഡ്2 സ്ക്വയർ എന്ന് കിട്ടും. രണ്ടിലും എം കോമൺ ആണ്. എം ഞാൻ പുറത്തെടുത്തു, അതായത് 1/2 വരെ m/2 എന്ന് എഴുതാം. എം പുറത്തെടുത്തു. z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയർ, ഇതാണ് എൽ. ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡയമീറ്റർ അൺനോൺ ആണെൻ്റെ പ്രശ്നമില്ല. z1 z2 നമുക്കറിയാം. സോ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എഫ് ടിക്ക് വരെ എന്തിടാം? 2t ഡിവൈഡ് ബൈ എം ഇസഡ്, അതായത് 2t ഡിവൈഡഡ് ബൈ എം ഇസഡ് ഇൻറ്റു എൽ ബൈ എൽ മൈനസ് 3ക്ക് വരെ നമുക്ക് 3/2 എന്ന് എഴുതാം. അപ്പോൾ ഇൻറ്റു 3/2 ഇൻറ്റു സിഗ്മ ഡി സി വി ബിക്ക് വരെ എന്താണ്? എൽ ബൈ 3 എന്നാണ്. എല്ലിന് വരെ ഇതാണ്. അപ്പോൾ ഇതേ ബൈ 3 ഇൻറ്റു, അപ്പോൾ നമുക്ക് മറ്റേ എഴുതാം, ക്യാപിറ്റൽ വൈ ഇൻറ്റു എം ബൈ ഇസഡ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയർ
എം ബൈ സെഡ് അല്ല, എം ബൈ ടു ആണ്, സോറി, എം ബൈ ടു ഇൻറ്റു ഇതാണ് ഇക്വേഷൻ. കണ്ടോ? ഇനി ഇതിനകത്ത് എന്താണ് ഇത്, ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന എം അല്ലേ, ഇവിടെയും രണ്ട് എം കിടപ്പുണ്ട്. ആ എമ്മുകളെ രണ്ടും അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എം ക്യൂബ് ആവും. കണ്ടോ? ഇവിടെയും അടിയിലാണ് എം വരുന്നത്, ഇവിടെയും അടിയിലാണ് എം എടുക്കുന്നത്. അപ്പോൾ രണ്ട് അടിയിലൊരു എം സ്ക്വയർ ഉണ്ട്, ആ എം സ്ക്വയർ അങ്ങ് അപ്പുറത്താകുമ്പോൾ ഇവിടെ എം ക്യൂബ് ആവും. ഓക്കെ, എന്നിട്ട് എങ്ങനെ എഴുതാം? ആ എം മാത്രം മാറ്റിയത്, വേറെ ഒന്നും മാറ്റണ്ട. അപ്പോൾ എന്ത് എഴുതാം? ഈ ടു എന്ത് ചെയ്യും? ഈ ടൂവും ക്യാൻസലായി പോവും. പിന്നെന്തോ വരും? സോൾവ് ചെയ്യുമ്പോൾ ഒരു 3 കൂടെ അധികം വരുമല്ലോ. 3/2 ഉണ്ട്. സിഗ്മ ഡി സി വി, ബി എന്ന് പറഞ്ഞാൽ എൽ ബൈ 3 ആണ്. സോ ഇതിന് എല്ലിന് നമ്മൾ ഇതിട്ട് കൊടുത്തു, ഇത് ഡിവൈഡ് ബൈ 3 ഉണ്ട്, ആ 3 ഇങ്ങ് മോളിൽ പോകും. സോ ഇൻറ്റു 3. കണ്ടോ? ഈ ടൂവും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 3 × 3 എത്ര? 9. 9 × 2 എത്ര? 18. സോ 18 ഇൻറ്റു ടോർക്ക്, ടി എന്നോ എം ടി എന്നോ എഴുതാം. എം ക്യൂബായി. ഈ എമ്മും ഈ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എം ക്യൂബ് ആവും. 18 × t ഡിവൈഡഡ് ബൈ സിഗ്മ ഡി സി വി ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ്. ഈ ഇസഡ് താഴെ വരും. ഇസഡ് സ്ക്വയർ റൂട്ട് ഓഫ് Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ തന്നിട്ടില്ല എങ്കിൽ മോഡ്യൂൾ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഇക്വേഷൻ ഡേറ്റ ബുക്കിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഡെറിവേഷൻ എഴുതിയത്. 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഡേറ്റ ബുക്കിലുള്ള ഇക്വേഷൻ ഈ ഇക്വേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളത് കാണാതെ പഠിക്കുക, അത് നിങ്ങളുടെ ചോയ്സ്. കാണാതെ പഠിക്കാൻ ഞാൻ പറയത്തില്ല. ഇതൊക്കെ ഫണ്ടമെൻ്റൽസ് ആണ്. പിന്നെ ഇതിൽ ഈ ആദ്യത്തെ മാത്രം നമ്മൾ സ്വയം അറിഞ്ഞാൽ മതി. ഈ L ബൈ L മൈനസ് ബി എന്നുള്ളതിൻ്റെ ഉള്ള കണ്ടീഷനും ഈ ഇക്വേഷനും ഒക്കെ ഡേറ്റ ബുക്കിൽ തന്നെ എടുത്തിട്ട് ഇട്ട് കൊടുത്തതാണ്. ആ ഇക്വേഷൻ ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ മതി. ആ ഇക്വേഷൻ ഡേറ്റ ബുക്കിൽ എവിടെയൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ബി ഇസ് ഈക്വൽ ടു L ബൈ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ പേജ് നമ്പർ 218 കണ്ടോ? പേജ് നമ്പർ 218. ബി ഇസ് ഈക്വൽ ടു L ബൈ 3, ഇക്വേഷൻ 12.36b, അതൊരു ഇക്വേഷൻ. പിന്നെ L ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് d1 സ്ക്വയർ പ്ലസ് dt സ്ക്വയർ, തൊട്ട് ബാക്കിലത്തെ പേജ് എടുത്താൽ മതി. ഇക്വേഷൻ 12.33, L ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് d1 സ്ക്വയർ പ്ലസ് dt സ്ക്വയർ. ആ ഡി, എന്നിട്ട് ആ ഡിക്ക് വരെ എന്തിട്ട് കൊടുത്തു? mz. അതവിടെ കിടന്നത് തൊട്ട് ബാക്കിൽ. അടുത്ത പേജ് ഒന്നും എടുത്തേ. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു mz. അല്ല, അവിടെ തന്നെ ഉണ്ട്. അതാ എല്ലിൻ്റെ തൊട്ട് താഴെ കണ്ടോ? ഇക്വേഷൻ 12.34a, 12.34a d ഇസ് ഈക്വൽ ടു mz. ഈ d ഇസ് ഈക്വൽ ടു mz ആണ് ഞാൻ ഈ മോളിൽ L ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് ഡേറ്റ ബുക്കിലുണ്ട്, ഇത് ഫണ്ടമെൻ്റൽ. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡയമീറ്റർ കിട്ടും. ഈ 3 കാര്യങ്ങൾ എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇത് എനിക്ക് ചുമ്മാ ഇക്വേഷൻ എഴുതി പോയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഡെറിവേഷൻ ഞാൻ എഴുതിയത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ്. ഓക്കെ, തെറ്റത്തില്ല. കാണാതെ പഠിച്ച് തെറ്റിക്കുന്നതിനേക്കാൾ നല്ലത് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇനി നമുക്ക് മോഡ്യൂൾ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള ഓരോ അൺനോൺസും മോഡ്യൂൾ കണ്ടുപിടിക്കാൻ ഇക്വേഷനകത്തുള്ള ഓരോ അൺനോണും കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ടോർക്ക് കണ്ടുപിടിക്കുക. എന്താണ്? പവർ ഇസ് ഈക്വൽ ടു 2π×60. സോ പവർ ഇസ് ഈക്വൽ ടു 2π×60 ആണെങ്കിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2πn. പവർ എന്ന് പറഞ്ഞാൽ 25 kW, അതായത് 25×10⁻³ ഇൻറ്റു 60 ഹോൾ ഡിവൈഡഡ് ബൈ 2 × π × n. ബേസ്ഡ് ഓൺ പിനിയൻ ആണ്, അതുകൊണ്ട് n1 എത്ര? 650. ഇത് സോൾവ് ചെയ്യുമ്പോൾ ടോർക്കിൻ്റെ വാല്യൂ കിട്ടുന്നത് 367 കിട്ടും. 367.28 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. മില്ലിമീറ്റർ ആക്കാനായിട്ട് ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ. ഇനി ആരെയാണ് വേണ്ടത്? അടുത്ത സിഗ്മ ഡി അറിയാം. സി വി ഡയമീറ്റർ അറിഞ്ഞൂടെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെലോസിറ്റി ഇല്ലെങ്കിൽ സി വി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ അസ്യൂം സി വി 0.5. അത് നമുക്കിവിടെ എഴുതാം. അസ്യൂം സി വി ഇസ് ഈക്വൽ ടു 0.5. ഇനി ആരെയാണ് വേണ്ടത്? ക്യാപിറ്റൽ വൈ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മോൾ. അത് നമ്മളിലുണ്ട്. ഇസഡ് എല്ലാം ഉണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്ക് മോഡ്യൂൾ കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 18 × 367.28 × 10⁻³ the whole divided by sigma d cv capital I. sigma d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 47.1 × cv 0.5 × ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മോൾ വൈ. സ്മോൾ y1 എത്രയാണ്? 0.1189.
സോ 0.1189 ഇൻറ്റു ഇസഡ് എത്രയാണ്? Z1 ആണ് എടുക്കാനുള്ളത് ബേസ്ഡ് ഓൺ പിനിയൻ ആയതുകൊണ്ട് Z1 എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 24 ഇൻറ്റു റൂട്ട് ഓഫ് Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 24 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ. Z2 ആരാണ്? 24 Z2 68 സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന മോഡ്യൂളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.48 മില്ലിമീറ്റർ എന്ന് കിട്ടും. 6.48 മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് നമുക്ക് ടേബിൾ 12.2 എടുക്കുക. ടേബിൾ 12.2 എടുക്കുക. കണ്ടോ, ടേബിൾ 12.2. ഈ ടേബിളിൽ നിന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. കാര്യം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ബിവൽ ഗിയറിന് വേറെ ടേബിളാണ്. നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇതാണ്. ഇത് വേറെ ഉപയോഗിക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അത് തന്നെ ഉപയോഗിച്ചു. സോ ടേബിൾ 12.24 എടുക്കുക. ടേബിൾ 12.24. സോ ടേബിൾ 12.24 എടുക്കുക. സോ ടേബിൾ 12.24 നോക്കുക. ബ്രാക്കറ്റിൽ ഏരിയയ്ക്ക് എടുക്കേണ്ട. 6 കഴിഞ്ഞാൽ 7 ആണ്. 7 കഴിഞ്ഞാൽ 8 ആണ്. സോ 6.48 ആണ്. ഞാൻ അതുകൊണ്ട് 8 എടുത്തു. ഓക്കെ, 6.48 ഞാൻ അതുകൊണ്ട് 8 എടുത്തു. അല്ല, 7 എടുത്തു. 6.48 അല്ലേ, 7 എടുക്കാം. ഇക്വൽ ടു 7 മില്ലിമീറ്ററിന് എടുത്തു. ഞാൻ ചെയ്തപ്പോൾ 7 ചെയ്തപ്പോൾ ഫെയിലായി. അതാണ് 8 എടുക്കാൻ ഞാൻ വിചാരിച്ചത്. വേണ്ട, നിങ്ങൾ ഫെയിലാവുന്നത് കണ്ടോ, കുഴപ്പമില്ല. 7 എടുത്തു. മോഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസും ചെയ്തു. സ്റ്റാൻഡർഡൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. അൺനോൺസ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ ആരൊക്കെ അൺനോൺ? നമ്പർ ഓഫ് ടീത്തും ഡയമീറ്ററും അൺനോൺ ആണ്. പക്ഷേ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ അസ്യൂം ചെയ്തു. അത് ഡയമീറ്ററോട് അൺനോൺ ആയതുകൊണ്ട് പുതിയ നമ്പർ ഓഫ് ടീത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ നമ്പർ ഓഫ് ടീത്ത് മോഡ്യൂൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ അത് പറ്റില്ല. കാരണം ഡയമീറ്റർ അൺനോൺ ആണ്. സോ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു MZ എന്നാണ് അല്ലേ. അപ്പോൾ D1 ഇസ് ഈക്വൽ ടു MZ1 എന്നാണ്. സോ M എത്ര? 7 ഇൻറ്റു Z1. Z1 എത്ര? 24. ഓക്കെ, അതേപോലെ D2 ഇസ് ഈക്വൽ ടു MZ2. 7 ഇൻറ്റു 68. സോ 7 ഇൻറ്റു 24 എത്ര? 168 എന്നും വരും. 7 ഇൻറ്റു 68 എടുത്തു കഴിഞ്ഞാൽ 476 എന്ന് വരും. 476 മില്ലിമീറ്റർ എന്നും വരും. ഓക്കെ, അപ്പോൾ D1 കിട്ടി, D2 കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ലെങ്തും ഫേസ് വിഡ്ത്തും കണ്ടുപിടിക്കണം. സോ ലെങ്ത് L ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് D1 സ്ക്വയർ പ്ലസ് D2 സ്ക്വയർ എന്നാണ് ഡേറ്റ വോക്കിൽ ഇക്വേഷൻ ഉണ്ട്. സോ അതിൽ നിന്ന് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തോ എടുക്കാം? D1 എത്ര? 168 സ്ക്വയർ പ്ലസ് 476 സ്ക്വയർ. സോ ഇസ് ഈക്വൽ ടു 168 സ്ക്വയർ പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും 252.38 എന്ന് കിട്ടും. 252.38 മില്ലിമീറ്ററിന് കിട്ടും. അതിന് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഞാൻ 254 എന്നാക്കി. തൊട്ടടുത്ത ഈവൻ നമ്പർ L കിട്ടി. ഇനി ആരെയാണ് വിളിക്കേണ്ടത്? B. L കിട്ടിക്കഴിഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ എന്താണ്? L/3. അതായത് 254/3. 254/3 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 86 എന്ന് കിട്ടും. 86 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് 86 മില്ലിമീറ്ററിന് കിട്ടി. എല്ലും കിട്ടി, ബിയും കിട്ടി. ഇനി ആരെ കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം, CV കണ്ടുപിടിക്കണം, FT കണ്ടുപിടിക്കണം. സോ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഞാൻ ഇവിടെ എഴുതാം. വെലോസിറ്റി ഇസ് ഈക്വൽ ടു പൈ D1 N1 ബൈ 60. പൈ D2 N2 ബൈ 60 എടുത്താലും സെയിം വെലോസിറ്റി കിട്ടും. സോ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു D1 എത്ര? 168. അപ്പോൾ 168 ഇൻറ്റു N1 എത്ര? 650 ഡിവൈഡഡ് ബൈ എത്ര? 60 ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടുന്നത് 5.717 കിട്ടും. 5.717 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, വെലോസിറ്റി ആരെ കണ്ടുപിടിക്കും? CV കണ്ടുപിടിക്കാം. CV കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അത് രണ്ടെണ്ണത്തിൽ ഇഷ്ടമുള്ള എടുക്കാം. സോ 6.1 ഡിവൈഡഡ് ബൈ 6.1 പ്ലസ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു 6.1 ഡിവൈഡഡ് ബൈ 6.1 പ്ലസ് 5.717 ഇസ് ഈക്വൽ ടു CV വാല്യൂ 1ന് താഴെ ആയിരിക്കും കിട്ടുന്നത്. 0.56 0.516 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി FT കൂടെ കണ്ടുപിടിച്ചാൽ മതി. FT ഇക്വേഷൻ എന്താണ്? FT ഇസ് ഈക്വൽ ടു 1000 PCS ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 1000
പവർ CS 1 എന്ന് എടുക്കാം. പവർ 25 kW ഡിവൈഡഡ് ബൈ വെലോസിറ്റി 5.717. സോൾവ് ചെയ്യുമ്പോൾ FTയുടെ വാല്യൂ കിട്ടുന്നത് 4372.9 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ FTയും കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം, നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ചെക്ക് ഫോർ സ്ട്രെസ്, ഹെഡിങ് എഴുതുക. ചെക്ക് ഫോർ സ്ട്രെസ് ഹെഡിങ് എഴുതി ചെക്ക് ഫോർ സ്ട്രെസ് എഴുതുക. നമ്മുടെ ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സിഗ്മ ഡി മോളിൽ ഇട്ടിട്ട് M താഴെ ഇട്ടാൽ മാത്രം മതി. സോ നമുക്ക് ചെക്ക് ഫോർ സ്ട്രെസ് ചെയ്യാം. സിഗ്മ ഡി ഈസ് ഈക്വൽ ടു, ഡേറ്റ ബുക്കിൽ നോക്കി ഇക്വേഷൻ എഴുതുക. സിഗ്മ ഡി ഈസ് ഈക്വൽ ടു FT ഇൻറ്റു L ഡിവൈഡഡ് ബൈ സിഗ്മ ഡി അല്ല MCV ഇൻറ്റു B ഇൻറ്റു ക്യാപിറ്റൽ Y ഇൻറ്റു L മൈനസ് B. സോ എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 4372.9 ഹോൾ ഡിവൈഡഡ് ബൈ മോഡ്യൂൾ എത്രയാണ്? 7 ഇൻറ്റു CV എത്രയാണ്? 0.516 ഇൻറ്റു ഫേസ് എടുത്ത് B എത്രയാണ്? ഫേസ് എടുത്ത് B 86 ഇൻറ്റു Y ക്യാപിറ്റൽ Y എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മോൾ y 0.1189 ഇൻറ്റു L മൈനസ് B. L എത്രയാണ്? 254 മൈനസ് B എത്രയാണ്? 86. മോളിലൊരു 254 ഞാൻ മിസ് ചെയ്തു, 254. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ഡിയുടെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന സിഗ്മ ഡി നമ്മൾ അസ്യൂം ചെയ്ത സിഗ്മ ഡിയേക്കാൾ കുറവാണെങ്കിൽ ഡിസൈൻ ഈസ് സേഫ്. കിട്ടുന്ന വാല്യൂ 56.9 എന്നാണ്. 56.9 എന്ന് കിട്ടും. ഈ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന സിഗ്മ ഡി എത്രയാണ്? സ്റ്റെപ്പ് 1 47.1 ആണ്. സോ കൂടിപ്പോയി. സോ ഡിസൈൻ ഫെയിലായി. സോ സ്ട്രെസ് കൂടിയതുകൊണ്ട് ഡിസൈൻ ഫെയിലായി. സോ ഇത് ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ ഡി, therefore ഡിസൈൻ ഫെയിൽഡ്. ഡിസൈനൊക്കെ ഫെയിലായ നീറ്റായിട്ട് എഴുതുക. ഫെയിലായ സാധനമാണ് നമ്മൾ കറക്റ്റ് ചെയ്തേക്കുന്നതെന്ന്, അതൊക്കെ പ്ലസ് പോയിന്റ് ആണ്. ഡിസൈൻ ഫെയിലാവാതെ ചെയ്യുന്നതിൽ കഴിവൊന്നുമില്ല. ഡിസൈൻ ഫെയിലായാലും കുഴപ്പമൊന്നുമില്ല. ഡിസൈൻ ഫെയിലാവുക സ്വാഭാവികം. ഡിസൈൻ ഫെയിലാവുന്നത് കറക്റ്റ് ചെയ്യുന്നതിനാണ് കാര്യം. ഓക്കെ, സോ ഡിസൈൻ ഫെയിലായി, അതിൽ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യരുത്. ഫെയിലായെങ്കിൽ ഫെയിലായി, ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. കാൽക്കുലേറ്ററിൽ അടിച്ചാലോ വല്ലതും തെറ്റിപ്പോയാണെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ഇതിനകത്ത് കയറി തിരുത്തി കുളമാക്കാൻ നിൽക്കരുത്. അപ്പോഴേ മൊഡ്യൂൾ ഇൻക്രീസ് ചെയ്താൽ ഇത്രയും സാധനം മാത്രം കണ്ടുപിടിച്ചാൽ മതി. വലിയ തലവേദനയുള്ള കാര്യമൊന്നുമല്ല. സോ ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത്രയും പോർഷൻ മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ ഫെയിലായ എന്ത് ചെയ്യണം? മോഡ്യൂൾ ഇൻക്രീസ് ചെയ്യണം. ഫെയിലായ എന്ത് ചെയ്യണം? ഇൻക്രീസ് മോഡ്യൂൾ കോമേറ്റഡ് ചെയ്താൽ M ഇസ് ഈക്വൽ ടു 7 കഴിഞ്ഞാൽ ടേബിൾ എടുക്കുക. വീണ്ടും ടേബിളിൽ 7 കഴിഞ്ഞാൽ വരുന്ന വാല്യൂ ടേബിൾ നോക്കണ്ട. 8 നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, 8 മില്ലിമീറ്റർ. അപ്പോൾ അടുത്ത വാല്യൂ 8 മില്ലിമീറ്റർ. 8 മില്ലിമീറ്റർ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡ്യൂൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. മോഡ്യൂൾ കണ്ടുപിടിച്ചത് 7, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കണ്ടുപിടിച്ചോ അതെല്ലാം പുതിയത് കണ്ടുപിടിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യണം? പുതിയ ഡയമീറ്റർ കണ്ടുപിടിക്കാം. പുതിയ D1 ഇസ് ഈക്വൽ ടു MZ1 ഇസ് ഈക്വൽ ടു മോഡ്യൂൾ എത്ര? 8 ഇൻറ്റു Z1 എത്ര? 24. 8 ഇൻറ്റു 24. അതേപോലെ D2 ഇസ് ഈക്വൽ ടു എന്താണ്? M ഇൻറ്റു Z2 8 ഇൻറ്റു 68. അപ്പോൾ പുതിയ D1 D2 കിട്ടും. പുതിയ D1 D2 കിട്ടുന്നത് 192 എന്ന് 544 എന്ന് കിട്ടും. D1 D2. ഇനി എന്ത് വേണം? അടുത്ത ആരെ കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി ഇസ് ഈക്വൽ ടു പൈ D1 N1 by 60 is equal to pi into D1 192 into N1 650 divided by 60. അതായത് പൈ ഇൻറ്റു 192 ഇൻറ്റു 650 ഡിവൈഡ് ബൈ 60. സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ പുതിയ വെലോസിറ്റി എത്ര കിട്ടും? 6.53 എന്ന് കിട്ടും. 6.534 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. കണ്ടോ? പൈ ഇൻറ്റു 192 ഇൻറ്റു 650 ആണേ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ വെലോസിറ്റി 6.534 എന്ന് കിട്ടി. ഇനി ആരാ? CV കണ്ടുപിടിക്കാം. CV ഇസ് ഈക്വൽ ടു 6.1 ഡിവൈഡ് ബൈ 6.1 പ്ലസ് 6.534 ചെയ്യുമ്പോൾ CVയുടെ വാല്യൂ 1നേക്കാൾ കുറഞ്ഞൊരു വാല്യൂ കിട്ടണം. CVയുടെ വാല്യൂ കിട്ടുന്നത്
0.4828 എന്ന് കിട്ടും. 0.4828 എന്ന് കിട്ടും. സി വി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെ കണ്ടുപിടിക്കണം? പുതിയ എല്ലും ബിയും കണ്ടുപിടിക്കാം. എൽ ഇസ് ഈക്വൽ ടു എന്താണ്? 1/2 റൂട്ട് ഓഫ് d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ എന്നാണ്. ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് d1 എത്ര? 1/2 ഇൻറ്റു d1 എത്ര? 192 സ്ക്വയർ പ്ലസ് 544 സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ കിട്ടും. എല്ലിൻ്റെ വാല്യൂ കിട്ടുന്നത് 288.4 എന്ന് കിട്ടും. ഞാൻ റൗണ്ട് ചെയ്ത് 290 നെക്സ്റ്റ് ഇയർ നമ്പറിൽ എഴുതി മില്ലിമീറ്റർ. ഇനി അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? L/3 എന്ന് പറഞ്ഞാൽ 290/3 ഈക്വൽ ടു 290/3 ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് 86 മില്ലിമീറ്ററിന് കിട്ടും. ഓക്കെ, സോ എല്ലും കിട്ടി, ബിയും കിട്ടി. 86 ആണോ? സോറി, 86 അല്ല, 96 ആണ്. 96.6 എന്ന് കിട്ടും. 96.66 എന്ന് കിട്ടും. പിന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഞാൻ 98 മില്ലിമീറ്റർ എന്ന് എഴുതി. ഇനി നമുക്ക് എഫ് ടി കിട്ടിയാൽ മതി. എഫ് ടി, സോ എഫ് ടി ഇസ് ഈക്വൽ ടു 1000 PCS ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു പവർ 25 ഇൻറ്റു സർവീസ് ഫാക്ടർ വേണ്ട 1 എന്ന് ഇട്ടാൽ മതി, ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ വെലോസിറ്റി 6.534 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂ? എഫ് ടിയുടെ വാല്യൂ കിട്ടുന്നത് 3826 എന്ന് കിട്ടും. 3826.14 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പുതിയ എഫ് ടിയും കിട്ടി. ഇനി ഈ കിട്ടിയ സാധനം വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇത്രയും സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇനി ഇതിനെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഇക്വേഷൻ തന്നെ ഈ ഇക്വേഷൻ ഡേറ്റ ബുക്കിലുണ്ട്, അത് വീണ്ടും എഴുതുക, റീഅറേഞ്ച് ചെയ്യുക. ഇതേ ഇക്വേഷനകത്ത് സിഗ്മ ഡി വിട്ടിട്ട് ബാക്കിയുള്ള ഇപ്പുറത്തുണ്ടോന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ എഴുതുക സിഗ്മ ഡി ഈസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എം സി വി ബി വൈ ഇൻറ്റു എൽ മൈനസ് ബി അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇതിനകത്തോട്ട് നമുക്ക് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. എഫ് ടി എത്രയാണ്? 3826 താഴോട്ട് എഴുതാം. 3826.14 ഹോൾ ഡിവൈഡഡ് ബൈ എം മോഡ്യൂൾ 8 ഇൻറ്റു സി വി 0.4828 ഇൻറ്റു ബി ഫേസ് എടുത്ത് ബി 98 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു സ്മോൾ വൈ. സ്മോൾ വൈ എത്ര? സ്മോൾ വൈ 0.118. അത് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും. 0.1189 ഇൻറ്റു എൽ മൈനസ് ബി. മുകളിലൊരു എൽ ഇട്ടില്ല. എൽ എത്രയാണ്? എൽ 290. താഴെ എൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 290 മൈനസ് ബി എത്ര? 98. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 47നേക്കാളും കുറവായിരിക്കണം. ഓക്കെ, ഇതിന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 40.87 കിട്ടും. 40.87 മെഗാ പാസ്കലിന് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ 47.1. therefore design is safe. ഇപ്പോൾ ഡിസൈൻ സേഫായി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്ത സ്റ്റെപ്പായ ഡൈനാമിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, എൻഡ്യൂറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, വിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. ഇത്രേ ഉള്ളൂ, പരിപാടി തീർന്നു. പക്ഷേ ഇനി ഒരു ടെസ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ ഞാൻ ഈ പോർഷൻ മാറ്റുവാണ്. മൊത്തം വാങ്ങിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലോട്ട് പോയി കണ്ടാൽ മതി, വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഇനി വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന അപ്പോൾ എന്താണ്? ഡൈനാമിക് സ്ട്രെങ്ത് സ്റ്റെപ്പ് 4. ശ്രദ്ധിച്ചിരിക്കുക, ഇനി ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. നോർമൽ പ്രോബ്ലം പോലെ അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡൈനാമിക് സ്ട്രെങ്ത്. ഡൈനാമിക് സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഡി. നമ്മളെ മുമ്പ് പഠിച്ചിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെ. എഫ് ഡി ഈസ് ഈക്വൽ ടു ഡൈനാമിക് സ്ട്രെങ്ത് ഇക്വേഷൻ നോക്കാം. നിങ്ങൾ ഇക്വേഷൻ കണ്ടോളൂ ഡേറ്റ ബുക്കിൽ. എഫ് ഡി ഈസ് ഈക്വൽ ടു എഫ് ടി പ്ലസ് K3 into V into CB plus FT the whole divided by K3 into V
പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് CB പ്ലസ് FT എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഇക്വേഷൻ എപ്പോൾ കണ്ടാലും ഒറ്റ അണ്ണോണേ ഉള്ളൂ, ക്യാപിറ്റൽ C മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ക്യാപിറ്റൽ C കണ്ടുപിടിക്കാം. സോ ക്യാപിറ്റൽ C ഈസ് ഈക്വൽ ടു എന്താണ്? എറർ ഡിവൈഡഡ് ബൈ സ്മോൾ k1 ഇൻറ്റു 1/E1 പ്ലസ് 1/E2. ഓക്കെ, ഇതിനകത്ത് നോക്കാനുള്ളത് എറർ കണ്ടുപിടിക്കാം, വെലോസിറ്റിക്ക് അനുസരിച്ചുള്ള എറർ. നമ്മുടെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 6.534. സോ ഇസ് ഈക്വൽ ടു 6.534. അല്ല സോറി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ കണ്ടുപിടിക്കുക. അത് ഡേറ്റ ബുക്ക് കണ്ടുപിടിക്കാം. ടേബിൾ 12.4 ആണെന്ന് തോന്നുന്നു, അല്ല 12.14. സോ കണ്ടോ, വെലോസിറ്റിക്ക് അനുസരിച്ചുള്ള വെലോസിറ്റി നമ്മൾ എത്രയാണ്? 6.53 ആണ്. അപ്പോൾ 6 കഴിഞ്ഞാൽ വരുന്നത് 8. 8ൻ്റെ വെലോസിറ്റി എറർ 0.05. സോ 0.05 ഡിവൈഡഡ് ബൈ K1. ഫുൾ ഡെപ്ത് ലിമിറ്റ് ആണെങ്കിൽ K1ൻ്റെ വാല്യൂ 9. അത് നമ്പർ 204 എന്നുണ്ട്, 204 അല്ല 207 സോ K1ൻ്റെ വാല്യൂ. ഇനി E1 E2 ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ E1 E2 രണ്ടും രണ്ടായിരിക്കും. കാസ്റ്റ് ചെയ്യേണ്ടതും സ്റ്റീലിൽ നമുക്ക് കാണാതെ അറിയാം. 2 × 10⁵ ആണ് സ്റ്റീൽ, 1 × 10⁵ ആണ് കാസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോസ്ഫർ ബ്രോൺസ് ആണ്. സോ E1നും E2നും വാല്യൂ വ്യത്യാസമുണ്ട്. സോ നേരെ ടേബിൾ ഏതെടുക്കുക? പേജ് നമ്പർ 11 എടുക്കുക. പേജ് നമ്പർ 11 കണ്ടോ? കാസ്റ്റ് അയൺ കണ്ടോ 100 GPa. അതുപോലെ തന്നെ ഫോസ്ഫർ ബ്രോൺസ് താഴോട്ട് കിടപ്പുണ്ട് 111 GPa ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മെഗാപാസ്കലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. E1 1 × 10⁵ എന്ന് എഴുതാം. E2 അതായത് ഫോസ്ഫർ ബ്രോൺസിൻ്റെത് 1.11 × 10⁵ ആണ്. കണ്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് ഫോസ്ഫർ ബ്രോൺസ് ഞാൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഫോസ്ഫർ ബ്രോൺസ് കയറി വരുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിയുടെ വാല്യൂ 292.26 എന്ന് കിട്ടും. 292.26 എന്ന് കിട്ടും. ആ സിയുടെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. സോ ഇസ് ഈക്വൽ ടു FT എത്രയാണ്? FTയുടെ വാല്യൂ 3826.14 ആണ്, പ്ലസ് K3യുടെ വാല്യൂ എത്രയാണ്? 20.67 ആണ്. എപ്പോഴും വെലോസിറ്റി എത്രയാണ്? നമ്മുടെ വെലോസിറ്റി 6.534 ആണ്. ഇൻറ്റു C, ക്യാപിറ്റൽ C കിട്ടി 292.26 ആണ്. ഇൻറ്റു B, ഫേസ് വിഡ്ത്ത് എത്ര? 98 ആണ്. ഫേസ് വിഡ്ത്ത് ഇതാ കിടക്കുന്നത് 98 ആണ്. ഇൻറ്റു 98 പ്ലസ് FT 3826.14 the whole divided by 20.67 into 6.534 plus square root of the same another here 292.26 into 98 plus 3826.14. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് FDയുടെ വാല്യൂ കിട്ടും. കിട്ടുന്ന ഡൈനാമിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 17735 എന്ന് കിട്ടും. 17735 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടണം. സോ അടുത്തത്, സോ നമുക്കിനി 2 കാര്യങ്ങളോടെ കണ്ടുപിടിച്ചാൽ മതി. എൻഡ്യൂറൻസ് സ്ട്രെങ്തും കണ്ടുപിടിക്കുക, വെയർ സ്ട്രെങ്തും കണ്ടുപിടിക്കുക, ചെക്ക് ചെയ്യുക സേഫ് ആണോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത എൻഡ്യൂറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 5, എൻഡ്യൂറൻസ് സ്ട്രെങ്ത്. സോ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഡേറ്റ ബുക്ക് എടുക്കുക, പേജ് നമ്പർ 219 എടുക്കുക. എൻഡ്യൂറൻസ് സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ അവിടെ ഉണ്ട്. എൻഡ്യൂറൻസ് സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? σen B × Y × M × L - B ഡിവൈഡഡ് ബൈ L എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചു ബിവൽ ഗിയറിന് σen വരും, σes ഇട്ടാലേ സേഫ് ആവുള്ളൂ. സോ ഇവിടെ നമുക്ക് ഇക്വേഷന് σen മാറ്റി ഞാൻ അവിടെ σes എന്ന് ആക്കി. സോ അതായത് എൻഡ്യൂറൻസ് സ്ട്രെങ്തിനെ മാറ്റി സർഫസ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ആക്കി. ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാം? σes കണ്ടുപിടിക്കാം. σes കണ്ടുപിടിക്കാൻ 2 വഴിയുണ്ട്. നമുക്ക് ടേബിളിൽ നിന്ന് σes എടുക്കാം, ഇക്വേഷൻ വഴിയും കണ്ടുപിടിക്കാം. പക്ഷേ രണ്ടും സ്റ്റീലാണെങ്കിൽ, 2 മെറ്റീരിയൽ സ്റ്റീലാണെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കാം. കെയുടെ വാല്യൂവും σesൻ്റെ വാല്യൂവും രണ്ടും സ്റ്റീലാണെങ്കിൽ മാത്രമേ ടേബിളിൽ നിന്ന് എടുക്കാവൂ, അല്ലെങ്കിൽ ആൻസറിൽ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് മാർക്ക് ലൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഏതാണ് മെറ്റീരിയൽ? കാസ്റ്റ് അയണും ഫോസ്ഫർ ബ്രോൺസും. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇക്വേഷൻ വഴി തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 12 പേജ് നമ്പർ 239
പേജ് നമ്പർ 239 ഈ കോളത്തിൽ കിടക്കുന്നതാണ് എൻഡ്യൂറൻസ് ലിമിറ്റ് സിഗ്മ ES, സർഫസ് എൻഡ്യൂറൻസ് ലിമിറ്റ്. ഇതാണ് നമ്മുടെ വാല്യൂസ്. ഓക്കെ, നമുക്ക് കാസ്റ്റേണും ഫോസ്ഫറോൺസും ആണെന്ന് അറിയാം. ഓക്കെ, ഫോസ്ഫറോൺസ് ഇവിടെ ഉണ്ട്. ഹോട്ട് ക്വഞ്ചറി നിക്കൽ കാസ്റ്റേനുമാണ്, നോർമൽ കാസ്റ്റേൺ അല്ല. അതിന്റെ വാല്യൂ 572 എന്നാണ്. പക്ഷേ ഇത് ഒരു ഏകദേശ വാല്യൂ എന്നുള്ളൂ, അതിനൊരു ഉറപ്പില്ലാത്ത വാല്യൂ ആണ്. അതുകൊണ്ട് കഴിവതും അത് ഫോളോ ചെയ്യരുത്. ഒരു ചെറിയ ഇക്വേഷൻ എഴുതി നമുക്കത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സിഗ്മ ES is equal to 2.75 into BHN minus 70. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ BHN അറിയാം നമുക്ക്. 2 BHN ഉണ്ടല്ലോ, രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽ, രണ്ടിനും 2 BHN ആണ്. അപ്പോൾ ആവറേജ് BHN ആണ് ഇവിടെ എടുക്കേണ്ടത്. നമ്മുടെ ഈ BHN വാല്യൂ എത്രയാണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടി എടുത്ത് നോക്കാം. സ്റ്റെപ്പ് 1 മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1ലുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടി BHN 1 200ഉം BHN 2 100ഉം ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതാം BHN 1 is equal to കാസ്റ്റേൺ ആണ്, അത് 200, ആൻഡ് BHN 2 is equal to 100 ആണ്. therefore BHN average BHN is equal to 200 plus 100 by 2 is equal to നമുക്ക് 150 എന്ന് എഴുതാം. അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിഗ്മ ES കിട്ടും. സിഗ്മ ES is equal to 2.75 into 150 minus 70 എന്ന് എഴുതാം. ഓക്കെ, ഇതിന് ആൻസർ കിട്ടുന്നത് സിഗ്മ ESന്റെ ആൻസർ കിട്ടുന്നത് 342 എന്ന് കിട്ടും. 342.5 മെഗാപാസ്കൽ എന്ന് കിട്ടും. സിഗ്മ ES കിട്ടും. അപ്പോൾ ഈ സിഗ്മ ES എടുത്ത് മുകളിലിട്ടാൽ നമുക്ക് ആൻസർ കിട്ടും. ബാക്കിയെല്ലാം നമുക്കറിയാം, സിഗ്മ ES വെച്ച് ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. സോ എഴുതാം എഫ് എൻഡ്യൂറൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ ES. സിഗ്മ ESന്റെ വാല്യൂ 342.5 തന്നെയല്ലേ? തന്നെ 0.5 ഇൻറ്റു ബി ഫേസ് വിഡ്ത്ത്. ഫേസ് വിഡ്ത്ത് 98. നിങ്ങൾ നോക്കിയോളൂ, പ്രീവിയസ് സ്റ്റെപ്പ് നോക്കിയാൽ മതി. എല്ലാം നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. ഇൻറ്റു പൈ ഇൻറ്റു 0.1189, അതായത് ക്യാപിറ്റൽ വി ഇൻറ്റു മോഡ്യൂൾ എത്രയാണ്? 8. മോഡ്യൂൾ 8 ഇൻറ്റു L മൈനസ് ബി. L 290 മൈനസ് ബി 98 ഡിവൈഡഡ് ബൈ L 290. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് എൻഡ്യൂറൻസ് കിട്ടും. ഉറപ്പായിട്ടും അത് FD കാട്ടിലും വലുതായിരിക്കും. കാര്യം നമ്മൾ സർഫസ് എൻഡ്യൂറൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ ഇനി ഒന്നും എടുക്കാനില്ല. ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എഫ് എൻഡ്യൂറൻസ് 66406 എന്ന് കിട്ടും, മെഗാപാസ്കൽ. ഓക്കെ, ഇത്രയും വാല്യൂ കിട്ടും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം, ഡേറ്റ ബുക്കിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതണം. ഇതൊക്കെ ആൻസർ. ഇത് ഗ്രേറ്റർ ദാൻ നമുക്ക് FD കിട്ടുന്ന എത്രയാണ്? FD 17,000. ഇത് 17 കിലോമീറ്റർ ആണ് FD. ഇത് 66 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈസ് ഗ്രേറ്റർ ദാൻ FD. therefore ഡിസൈൻ ഈസ് സേഫ്. ഓക്കെ, നിങ്ങൾ ഇനി ഇത് മുകളിൽ ഇവിടെ ഈ ഇക്വേഷൻ എഴുതുന്നതിന് തൊട്ട് മുകളിൽ ഈ ആദ്യം നമ്മുടെ നോർമൽ ഡേറ്റ ബുക്കിലുള്ള ഇക്വേഷൻ അതുപോലെ എഴുതുക. അതായത് ഇവിടെ സിഗ്മ EN ഇട്ട് എഴുതുക. എന്നിട്ട് താഴെ എഴുതണം ഫോർ ബിവൽ ഗിയർ we can take sigma EN, sigma ES അല്ലെങ്കിൽ സർഫസ് എൻഡ്യൂറൻസ് ലിമിറ്റ് ബ്രാക്കറ്റിൽ സിഗ്മ ES ആസ് സിഗ്മ EN സിൻസ് ലോഡ്സ് ആർ ആക്ടിങ് ഓൺ surface only for bevel gear we can take surface endurance limit sigma ES as sigma EN since loads are acting on surface only. കഴിഞ്ഞ റോളത്ത് ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതിയിട്ടില്ല, മറന്നുപോയി. നിങ്ങൾ ഈ സെന്റൻസ് ക്ലിയർ ആയിട്ട് എഴുതി. കാര്യം ഡേറ്റ ബുക്ക് പറയുന്ന ഇക്വേഷൻ പ്രകാരം ഇവിടെ സിഗ്മ EN ആണ്, നമ്മൾ അതിനെ മാറ്റി സിഗ്മ ES എഴുതണം. അപ്പോൾ ആദ്യം സിഗ്മ EN ഉള്ള ഇക്വേഷൻ എഴുതുക, ഈ സെന്റൻസ് എഴുതുക, അടിയിൽ മോഡിഫൈ ചെയ്ത ഈ ഇക്വേഷൻ എഴുതുക. ഒറ്റ ലൈൻ്റെ കാര്യമുള്ളൂ. ബിവൽ ഗിയറിന് ഇങ്ങനെ നമുക്ക് സിഗ്മ ES എടുക്കുന്നതിൻ്റെ റീസൺ കൂടെ എഴുതണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ച പ്രോബ്ലം തീർന്നു. സ്റ്റെപ്പ് 5, 6 എൻഡ്യൂറൻസ് വിയർ സ്ട്രെങ്ത് ഇക്വേഷൻ എന്താണ്? FW is equal to, ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ നോക്കുക, പേജ് നമ്പർ 219. FW is equal to D1 BQE ക്യാപിറ്റൽ K ഡിവൈഡഡ് ബൈ കോസ് ഡെൽറ്റ 1. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇതിനകത്ത് QEയും Kയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. QE കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. QE is equal to എന്താണ് ഇക്വേഷൻ? QE പ്രധാനമായിട്ട് എഴുതാം. QE is equal to 2 into ZE1 2 divided by ZE2 plus ZE1. അപ്പോൾ ZE2 ZE1 കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ZE2 ZE1 ഇനിഷ്യലി അസ്യൂം ചെയ്തത് തന്നെ
ക്യൂവിൻ്റെ വാല്യൂ കിട്ടുന്നത് ZD2 എത്ര? ZD2 129. അപ്പോൾ 2 × 129 ഡിവൈഡഡ് ബൈ 129 പ്ലസ് 26. സോൾവ് ചെയ്യുമ്പോൾ 1 നും 2 നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടണം. കിട്ടുന്ന വാല്യൂ 1.66 എന്ന് കിട്ടും. 1.66 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആരെ കണ്ടുപിടിക്കണം? ഇനി കെ കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കുന്നത് പറഞ്ഞു. പക്ഷേ ടേബിളിൽ നിന്ന് എടുക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ സിഗ്മ ഈസ് നോക്കിയില്ലേ, അതുപോലെ തന്നെ പേജ് നമ്പർ ഏതാണ്? 239 എടുക്കുക. പേജ് നമ്പർ 239 എടുക്കുക. ഫോസ്ഫർ ബ്രോൺസും ഹോട്ട് കഞ്ചുറി കാസ്റ്റേണും ഇതിനകത്തുള്ളൂ. സോ നമുക്ക് നോർമൽ കാസ്റ്റേണും ഫോസ്ഫർ ബ്രോൺസും ആണ്. സോ ഈ വാല്യൂ റിലയബിൾ അല്ല. നിങ്ങൾക്ക് എക്സാമിന് ഒട്ടും സമയമില്ല, നിങ്ങൾക്ക് എവിടെയോ പെട്ടുപോയി, എന്തോ പ്രശ്നം വന്ന് സമയം ഒരുപാട് പോവുകയാണെങ്കിൽ മാത്രം ഇത് എഴുതുക. ഒരു 1 or 2 മാർക്ക് പോകും, അതിൽ കൂടുതൽ പോകത്തില്ല. ബിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ 2 or 3 മാർക്കേ ഉള്ളൂ മാക്സിമം. അതിന് ഒരു പകുതി മാർക്ക് ചിലപ്പോൾ പോകും. സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ എഴുതുക. സമയം ഉണ്ടായിട്ടും കൂടെ നിങ്ങൾ ടേബിൾ നോക്കി എന്തെങ്കിലും എഴുതി വെക്കരുത്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതുക. സമയം ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം കെയുടെ വാല്യൂ ടേബിളിൽ നിന്ന് എടുക്കാം. സ്റ്റീൽ ഓൺ സ്റ്റീൽ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കെയുടെ വാല്യൂ ടേബിളിൽ നിന്ന് എടുത്തു. കാര്യം ഇഷ്ടം പോലെ സ്റ്റീൽ കോമ്പിനേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കിട്ടും. ഇതാണെങ്കിൽ ഒരു റേഞ്ച്, ഇതിൽ കിടക്കുന്ന വാല്യൂ 1.6 ആണ്. നമുക്ക് നോക്കാം എത്ര കിട്ടും. കെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. സിഗ്മ ES സ്ക്വയർ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു 1/E1 പ്ലസ് 1/E2 ആണല്ലോ ഇക്വേഷൻ. സിഗ്മ ESൻ്റെ വാല്യൂ നമുക്കറിയാം 342.5 സ്ക്വയർ സൈൻ 20 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു E1. E1 ഏതാണ്? കാസ്റ്റേൺ. സോ 1 കാസ്റ്റേണിൻ്റെ തന്നെ 100 GPa, അതായത് 100 × 10⁻³ അതായത് 1 × 10⁵ പ്ലസ് E2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/E2. E2 ഏതാണ്? ഫോസ്ഫർ ബ്രോൺസ്. ഫോസ്ഫർ ബ്രോൺസിൻ്റെ ഈയുടെ വാല്യൂ അറിയാം. ഫോസ്ഫർ ബ്രോൺസിൻ്റെ ഈയുടെ വാല്യൂ ഒന്നും ആർക്കും കാണാതെ അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്ത് ചെയ്യണം? പേജ് നമ്പർ 11 പോവുക. പേജ് നമ്പർ 11 പോയി കഴിഞ്ഞാൽ അവിടെ ബേസിക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. പേജ് നമ്പർ 11 എടുക്കുക. ഇത് കണ്ടോ, ഫോസ്ഫർ ബ്രോൺസ് താഴോട്ട് കിടപ്പുണ്ട്. ഫോസ്ഫർ ബ്രോൺസ് വാല്യൂ എത്ര? 111. അതായത് 111 GPa. 111 × 10⁻³ അതായത് 1.11 × 10⁵. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു കെയുടെ വാല്യൂ കിട്ടും. ആ കെയുടെ വാല്യൂ ആണ് എക്സാക്റ്റ് കെയുടെ വാല്യൂ. ഓക്കെ, സോ ആ കെയുടെ വാല്യൂ എത്ര കിട്ടുന്നു നോക്കട്ടെ. അപ്പോൾ കിട്ടുന്ന കെയുടെ വാല്യൂ 0.557 എന്നാണ്. 0.5447 എന്നാണ്. നിങ്ങളത് ചെയ്ത് നോക്കണം, എന്തെങ്കിലും എറർ ഉണ്ടോന്ന് കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെയ്തതാണിത്. 0.5447 ആണ്. അതെടുത്ത് ഇവിടെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് FW എങ്ങനെ എഴുതാം? FW = D1. ഡയമീറ്റർ 1 എത്ര? D1 എത്ര? ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. D1 168 അല്ലേ? D1 168, D2 476. അപ്പോൾ എന്ത് ചെയ്യണം? 168 മാത്രം മതി നമുക്ക്. ഇൻറ്റു B, ഫേസ് വിഡ്ത്ത് എത്ര? ഫേസ് വിഡ്ത്ത് B 86 ഇൻറ്റു QE 1.66 ഇൻറ്റു K 0.5447 the whole divided by cos delta 1 cos 18. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ FW = 17,889. 17,889 എന്ന് കിട്ടും. നോട്ട് കണ്ടോ? നമുക്ക് FDയുടെ വാല്യൂ എത്രയാണ്? FDയുടെ വാല്യൂ 17,735 ആണ്. നമുക്ക് 17,889 തോന്നി. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ആയി. ഗ്രേറ്റർ ദാൻ FD, therefore ഡിസൈൻ ഈസ് സേഫ്. സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയ FDയുടെ വാല്യൂ കുറവാണെന്ന് വെച്ചോ, അല്ല FDയുടെ വാല്യൂ ഈ FWൻ്റെ വാല്യൂ കുറഞ്ഞു പോയി. എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, തിരിച്ചെടുക്കുക. എന്തോ K ഇവിടെ അൺനോൺ ആയിട്ട് എടുക്കുക, ഇവിടെ K എന്ന് എടുക്കുക. ഈ FWന് പകരം FDയുടെ വാല്യൂ, FDയുടെ നമ്മൾ നേരത്തെ സ്റ്റെപ്പ് 4 കണ്ടുപിടിച്ച FDയുടെ വാല്യൂ എടുത്ത് വിട്ടു കൊടുക്കുക. അപ്പോൾ Kക്ക് ഒരു വാല്യൂ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BHN1 BHN2 പേജ് നമ്പർ 239 പോയി എടുക്കുക, ഇവിടെ എഴുതി വെക്കുക. ഇത്രയും ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സർഫസ് ഹാർഡ്നെസ് കൂട്ടി ഇത്രയും എത്തിച്ചാൽ മാത്രമേ ഇത് സേഫ് ആയിട്ട് ഇരിക്കുള്ളൂ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾ കുറേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പഠിച്ചിട്ടില്ലേ? സ്പെറോഡൈസിങ്, നൈട്രേഡിങ്, കുറേ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് പഠിച്ചിട്ടില്ലേ? ക്വെഞ്ചിങ്, ഇതുപോലെ പോസ്റ്റ് വർക്കിംഗ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ്. അതായത് വർക്കിന് ശേഷം ഒരു സാധനം ഉണ്ടാക്കിയതിന് ശേഷം ചില ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, നൈട്രേഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ MMSയിൽ നിങ്ങൾ MMEയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ പ്രോസസ്സുകൾ ഓരോന്ന് ചെയ്ത് നമുക്ക് സർഫസ് ഹാർഡ്നെസ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ സർഫസ് ഹാർഡ്നെസ്സിൻ്റെ ഇതാണ് വാല്യൂ. അത് പോരാ,
അത് കൂട്ടണം എന്ന് എഴുതി വെക്കണം. കറണ്ട് സർഫസ് ഹർഡ്നെസ് ഈസ് ഇൻസഫിഷ്യൻറ്റ്, ദെയർഫോർ ഇൻക്രീസ് ദ സർഫസ് ഹർഡ്നെസ് ടു ദിസ് ലെവൽ ബൈ ഹിയർ ട്രീറ്റ്മെന്റ്സ് എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫെയിൽ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്നല്ല, ഫെയിൽ ആവാതിരിക്കാൻ, ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മിസ്സാണ്, ചിലപ്പോൾ ഇത് ഫെയിൽ ആയേനെ, കുഴപ്പമില്ല. ഇപ്പോൾ ടേബിളിലുള്ള കാര്യം എടുക്കുന്ന ഫെയിൽ ഒന്നും ആവത്തില്ല, പക്ഷെ അത് കറക്റ്റ് അല്ല, ഇത് കറക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പ്രോബ്ലത്തിന് ലെങ്ത് കുറച്ച് കൂടുതലാണ്. ലെങ്ത് കൂടാൻ കാരണമുണ്ട്, കാര്യം ഇത് ഡയമീറ്റർ അൺനോൺ കേസാണ്. ഡയമീറ്റർ അൺനോൺ കേസ് ആകുമ്പോൾ നമ്മൾ മോഡ്യൂൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്താണ് എടുത്തത്. മോഡ്യൂൾ ഇക്വേഷൻ നമുക്ക് ഡേറ്റ ബുക്കിൽ റെഡിലി അവൈലബിൾ അല്ല. ഒന്നുകിൽ ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഡെറിവേഷൻ വളരെ സിമ്പിളാണ്, 3 സ്റ്റെപ്പ് ഉള്ളൂ. ആ ഡെറിവേഷൻ നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങളുടെ ചോയ്സ് പോലെ, നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിനേക്കാൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണിത്. കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ സീരിയസ് ആയിട്ട് പഠിക്കുക. ലെങ്ത് കണ്ടിട്ട് ഈ പ്രോബ്ലം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നല്ലപോലെ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ എന്നെ ഉറപ്പായിട്ടും ഇൻറ്റിമേറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.